ഇപ്പോൾ ബി റെജി കോൺഗ്രസ് സഹയാത്രികൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ബി റെജി, ഇത് എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു വശത്ത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക, ഒരു മാസം കഴിഞ്ഞിട്ടും അതിൽ മറ്റ് തീരുമാനങ്ങളൊന്നും പറയാതിരിക്കുക, സസ്പെൻഷൻ നീട്ടിയെങ്കിൽ അത് പറയണം, അതുണ്ടാകുന്നില്ല. ശരിയാണ്, MLAക്ക് മണ്ഡലത്തിൽ വരാം, അത് ആർക്കും തടയാൻ കഴിയുകയില്ല, പ്രതിഷേധമാകാം, അത് ശരി തന്നെയാണ്. പക്ഷേ വരേണ്ട എന്ന് പറയുവാൻ കഴിയുകയില്ല. പക്ഷേ വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ആനയിച്ചു കൊണ്ടുപോകുന്നത്. അവർക്കെതിരെ ഒന്നും ഒരു നടപടിയോ അത് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമോ ഒന്നും വരുന്നില്ല. നോക്കൂ, ഈ കേരളത്തിലെ മറ്റെല്ലാ പൗരന്മാർക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യവും തുല്യതയും രാഹുൽ മാങ്കൂട്ടത്തിലും അർഹതപ്പെട്ടതല്ലേ? അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ യുക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും MLA ആണ്. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ വിനിയോഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവുമായി നിരന്തരം പരിചയമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ സൗഹൃദ ബന്ധമോ ഒക്കെ ഉള്ളവർക്ക് അത് നിലനിർത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിവില്ല. അപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണുന്നതിലോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തവർ അദ്ദേഹത്തെ കാണാനെത്തുന്നതോ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ഈ കാണുന്നത് ജനങ്ങളാണല്ലോ. ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് രാഹുലിനൊപ്പം ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കുന്നത് MLA ഓഫീസിൽ എന്നൊക്കെ കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. ആ നടപടി എടുത്തവരുടെ മുഖത്ത് ചവിട്ടുന്ന രീതിയിലുള്ള പ്രതികരണമാണ് രാഹുലിനൊപ്പം നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനി VD സതീശന് എങ്ങനെ പറയാൻ പറ്റും കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടായത്, സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന്? കാരണം ഈ രാഹുലിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണ്. നോക്കൂ, ഇതൊരു നീതിയുടെയും കൂടി ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി അതിന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും 3 തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ കേരളത്തിൽ സമാനമായിട്ടുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് എടുത്തിട്ടുള്ള വ്യക്തികൾ നിൽക്കുമ്പോഴാണ് രാഹുലിന്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ രാഹുലിനെതിരെ ആരെങ്കിലും ഒരു പരാതി നൽകിയിട്ടുണ്ടോ? നമ്മൾ അത് മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വിവാദം ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് ഈ രാഹുലിനെ ക്രൂശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സസ്പെൻഷൻ പിൻവലിച്ചാൽ പോരെ? ആ സസ്പെൻഷൻ പിൻവലിച്ചാൽ പോരെ ക്രൂശിക്കുകയാണെങ്കിൽ? ഇതിന്റെ ഒരു ആദ്യ പടി എന്നുള്ള നിലയിലാണ് ആ തരത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ BJP പാലക്കാട്